ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ എന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു വിസ്മയ സൃഷ്ടി കാണുവാനാണ് കോയമ്പത്തൂരിലെ ഗാന്ധിപുരത്തു നിന്നും പുറപ്പെടുന്ന ഈ ബസ്സിൽ കയറിയിരിക്കുന്നത്. 14D എന്ന നമ്പറുള്ള ഈ ബസ്സിൽ 32 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം കോയമ്പത്തൂരിലെ ശാന്തസുന്ദരമായ പ്രദേശത്ത് നിലകൊള്ളുന്ന ഈശാ യോഗ സെന്ററിൽ എത്തിച്ചേരാൻ. പശ്ചിമഘട്ടത്തിലെ വെള്ളിയാങ്കിരി മലനിരകളുടെ പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ മനോഹര പച്ചപ്പിൽ ഉയർന്നു നിൽക്കുന്നു ആദിയോഗിയുടെ ആ കൂറ്റൻ ശില്പം. ഈശാ യോഗ ഫൗണ്ടേഷന്റെ കീഴിലുള്ള വിശാലമായ ഈശാന മഹാശിവരാത്രി ഗ്രൗണ്ടിലെ തറയോട് പാകിയ നടവഴി നടന്ന് അല്പദൂരം പിന്നിട്ടു കഴിഞ്ഞാൽ ആ വിസ്മയ ശില്പത്തിന്റെ പിൻപുറം കണ്ടു തുടങ്ങും. അയ്യായിരം ടൺ ഉരുക്കിൽ 112 അടി ഉയരമുള്ള ഈ മഹാദേവ ശില്പം രൂപകൽപ്പന ചെയ്തത് ഈശാ യോഗ സെന്ററിന്റെ സ്ഥാപകനായ സദ്ഗുരു ജഗ്ഗി വാസുദേവ് ആണ്. രൂപകൽപ്പന ചെയ്യാൻ 2 വർഷം എടുത്തുവെങ്കിലും ശില്പത്തിന്റെ നിർമ്മാണം 8 മാസം കൊണ്ട് പൂർത്തിയാക്കി. 2017 ഫെബ്രുവരി മാസം 24-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ഈ ശില്പത്തിന് 45 മീറ്റർ നീളവും 7.62 മീറ്റർ വീതിയുമുണ്ട്. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തെ പ്രതീകവൽക്കരിക്കുന്നതിനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിച്ച ലോഹപാളികളാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 112 മോക്ഷമാർഗങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് ഇതിൻ്റെ ഉയരം 112 അടിയായി നിശ്ചയിക്കപ്പെട്ടത്. ജീവജാലങ്ങളോടുള്ള സഹവർത്തിത്വത്തിൻ്റെയും പ്രകൃതി സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമാണ് ശിവന്റെ കഴുത്തിലെ സർപ്പഹാരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമ എന്ന നിലയിൽ രാജ്യത്തിന്റെ അകത്തും പുറത്തും നിന്നുള്ള അസംഖ്യം വിനോദസഞ്ചാരികൾ ഇന്നിവിടം സന്ദർശിക്കുന്നു. അതിലുപരി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഈശാ യോഗ സെന്റർ ഇന്ന് മാറിക്കഴിഞ്ഞു. ജാതിമത വ്യത്യാസം കൂടാതെ ഇവിടുത്തെ അത്ഭുതകരമായ ധ്യാനലിംഗത്തിനു ചുറ്റുമിരുന്ന് ആയിരങ്ങൾ അശാന്തി ഒഴിഞ്ഞ് ശാന്തി അറിഞ്ഞ മനസ്സുമായി മടങ്ങുന്നു. ലിംഗഭൈരവിക്ക് മുന്നിലെ ആരാധനാക്രമങ്ങളിൽ പങ്കുകൊണ്ട് നിർവൃതിയടയുന്നു. ഈശാ യോഗ സെന്ററിൽ ക്യാമറയും മൊബൈൽ ഫോണുകളും ഉപയോഗിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തുവാൻ കഴിയില്ല. ഈശാ യോഗ സെന്റർ ലോകമെമ്പാടുമുള്ള ശാന്തി തേടുന്ന സുമനസ്സുകളെ ആകർഷിക്കുന്ന ഒരു ആത്മീയ കേന്ദ്രം തന്നെയാണ്. കൂടാതെ മായമില്ലാത്ത തെക്കേ ഇന്ത്യൻ വിഭവങ്ങൾ രുചിക്കാനും കരകൗശല വസ്തുക്കൾ സ്വന്തമാക്കുവാനും കഴിയും. പ്രകൃതി സൗഹൃദ കൃഷിരീതികൾ പരിചയപ്പെടാനും മലിനീകരണം കൂടാതെ മണ്ണും വായുവും സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു മനസ്സിലാക്കുവാനും കഴിയും. എല്ലാം കൊണ്ടും ഈശ്വര ചൈതന്യം നിറഞ്ഞ ആശ്രമാന്തരീക്ഷം കണ്ടറിയാൻ പറ്റുന്ന ഒരിടമാണ് ഈശാ യോഗ സെന്റർ.